സുവിശേഷത്തിൻ്റെ നവയുഗ പ്രവാചകരായി അനേകം വൈദികരിത തളരാതെ മുന്നേറുന്നു. കർത്താവിൻ്റെ വയലിൽ അവരിതാ ഉജ്ജ്വലിക്കുന്നു. ആത്മാക്കളെ ക്രിസ്തുവിനായി സ്വന്തമാക്കുവാൻ അവർ തീഷ്ണതയോടെ സഞ്ചരിക്കുന്നു. ഇത് ഇടുക്കി രൂപതാംഗവും വചനവേദികളിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ചും ദിവ്യകാരുണ്യത്തെക്കുറിച്ചും ഏറെ പ്രഘോഷിക്കുന്ന ഫാദർ ജോർജ് മുല്ലൂർ. ഇപ്പോഴത്തെ ഇടുക്കി രൂപത ബിഷപ്പായ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്ന ജോർജ് അച്ഛൻ തന്റെ ദൈവവിളിയുടെ ആഴമുള്ള അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ജോർജ് അച്ഛ, ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫാദർ ജോർജ് മുല്ലൂർ, ജോർജ് അച്ഛൻ്റെ ഇടവക എവിടെയാണ്? മാങ്കുളമാണ്. ഇടുക്കി രൂപതാംഗമാണ്. ഇടുക്കി രൂപതയിൽ മാങ്കുളത്താണ്. വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛൻ? വീട്ടിൽ അമ്മയുണ്ട്, ചാച്ചൻ മരിച്ചു, 18 വർഷമായി. ചേട്ടന്മാർ 3 പേര്, 2 ചേച്ചിമാർ, ഒരു ചേച്ചി മരിച്ചു. ഏറ്റവും ഇളയ ആളാണ് അച്ഛൻ. 6 മക്കൾ, 6ാമത്തെ ആൾ. മാങ്കുളം എനിക്ക് ഇടുക്കിയിൽ തന്നെ ഒരു കാലത്ത് ഏറ്റവും എത്തിപ്പെടാൻ പ്രയാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണല്ലോ. ശരിക്കും ആ പ്രദേശത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പറയണം. എങ്കിലും അച്ഛൻ്റെ ഈ ഒരു വൈദിക ജീവിതത്തിലേക്ക് ഉള്ള വഴി തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്നായിരിക്കാം. എങ്കിലും എങ്ങനെയാണ് ഈ ഒരു ദൈവവിളിയെക്കുറിച്ചുള്ള ചിന്തകൾ അച്ഛൻ്റെ മനസ്സിൽ വന്നതെന്ന് അച്ഛൻ ഓർക്കുന്നുണ്ടോ? ദൈവവിളിയെക്കുറിച്ചുള്ള ചിന്തകൾ പറയുമ്പോൾ മാങ്കുളത്തെക്കുറിച്ച് ഇപ്പം മാങ്കുളം സൂചിപ്പിച്ചതുകൊണ്ട് ഉറപ്പായിട്ടും മാങ്കുളത്തായിരുന്നതുകൊണ്ടാണ് ഞാൻ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് കാരണമെന്ന് ഞാൻ ചിന്തിക്കുക. അങ്ങനെ ഉറപ്പായിട്ടും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോൾ ചാച്ചൻ മരിച്ചതുപോലും അതുകൊണ്ടാണ് ഞാൻ പൗരോഹിത്യത്തിലേക്ക് ചിന്തിച്ചതെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എൻ്റെ ചേട്ടൻ പുരോഹിതനാകാൻ വേണ്ടി പോയി 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാച്ചനൊക്കെ ചിലപ്പോൾ ചാച്ചനുണ്ടായിരുന്ന ചിലപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം വേണ്ട എന്ന് ചിലപ്പോൾ ചിന്തിച്ചേനെ. പക്ഷേ അപ്പോൾ നമ്മളൊരു അച്ഛന്മാരുമായിട്ടുള്ള കൂടുതൽ ബന്ധം വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് 7ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ ചാച്ചൻ മരിച്ചു. 8ലേക്ക് വരുമ്പോൾ ചാച്ചനില്ല. പിന്നെ വന്ന അച്ഛനാണ് ശരിക്കും എന്നെ അങ്ങോട്ട് സ്വാധീനിച്ച് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നടത്തും. അപ്പോൾ നമ്മൾ അച്ഛന്മാരുടെ കൂട്ടത്തിലായി. അപ്പോൾ അങ്ങനെ ഉൾത്താരപാലനായിട്ട് നടക്കുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, ഇനി ഈ വീട്ടിൽ ഇപ്പോൾ ചേട്ടൻ്റെ കല്യാണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഴിഞ്ഞു. 9ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ആ അവധിക്കാലത്തായിരുന്നു ചേട്ടൻ്റെ കല്യാണം. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, മാത്യു അത്തിക്കൽ എന്ന് പറഞ്ഞ അച്ഛനാണ്. ഇപ്പോൾ കോതമംഗലം രൂപതയിലാണ് അച്ഛൻ, നാഗപ്പുഴ പള്ളിയിൽ വികാരിച്ചനാണ്. അപ്പോൾ അച്ഛനെ എപ്പോഴും പറയും, ഇനി ഈ വീട്ടിൽ ഒരു കല്യാണം ഇല്ല, ഇവിടെ ഒരു പട്ടമുള്ളൂ എന്ന് പറയും. അപ്പം ഞാനങ്ങനെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ അച്ഛനാകണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളൊന്നുമല്ല. എങ്കിലും അച്ഛൻ പറയുന്നത് കേൾക്കുമ്പം ഞാൻ നോക്കും, അപ്പോൾ അത്യാവശ്യം പാട്ടൊക്കെ പാടും. അപ്പോൾ ഞാൻ നോക്കി കുർബാനയൊക്കെ പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുർബാനയൊക്കെ ഇവിടെ നമ്മൾ പുറത്തെവിടെയൊക്കെ പോയി ചുമ്മാ പാടിയൊക്കെ നോക്കും. അന്നേരം അച്ഛനായേക്കാന്ന് ചിന്തിക്കും. പിന്നെ ചിലപ്പോൾ ചിന്തിക്കും വേണോ എന്നൊക്കെ ഒന്നുകൂടെ ചിന്തിക്കും. എങ്കിലും അമ്മയും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ശരിക്കും അമ്മ ആ സമയത്തൊക്കെ ഒരുപാട് നീ അച്ഛനാവുന്നത് നല്ലതാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചോ എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ തരുമായിരുന്നു. പിന്നെ അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു ആ സമയത്ത്. പിന്നെ ചാച്ചനും മരിച്ചു. ആ സമയത്തൊക്കെ അമ്മ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് ആശ്രയിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു, അമ്മ പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛനെ പ്രോത്സാഹിപ്പിച്ചു, കൊണ്ടു നടന്നു. അങ്ങനെ എല്ലായിടത്തും അച്ഛൻ പോകുന്നിടത്തൊക്കെ എന്നെ കൊണ്ടുപോകായിരുന്നു. ഇപ്പോൾ അങ്ങനെ എവിടെ യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലും പരിപാടികൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അച്ഛനായിട്ട്. പിന്നെ അച്ഛൻ വളരെ മാതൃകാപരം, ഇപ്പോഴും മാങ്കുളംകാരുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു അച്ഛനാണ് അത്യത്തിക്കൽ. ഒരുപാട് അച്ഛന്മാരുണ്ട്. മാങ്കുളം റിമോട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ വന്നതെല്ലാം വളരെ കാലം ഇരുന്ന അച്ഛന്മാർ, 7 വർഷം, 6 വർഷം, 5 വർഷം അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അത്തിക്കലച്ഛനും 6 വർഷക്കാലം അവിടെ ഇരുന്നു. അപ്പം അച്ഛൻ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ ലളിത ജീവിതം, അങ്ങനെ ഒരു വാഹനമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പോകുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണേലും ഇറച്ചിയോ മീനോ അങ്ങനെ ഒന്നും കഴിക്കുകയില്ല. അങ്ങനെ വളരെ മെലിഞ്ഞിട്ടൊരച്ഛൻ. പക്ഷേ ആൾക്കാർക്കെല്ലാം ഭയങ്കര കാര്യം. അച്ഛൻ്റെ ജീവിതം എന്നെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ അച്ഛനെ കാണാനായിട്ടൊക്കെ ആയപ്പോഴും ഞാനതിങ്ങനെ പെട്ടെന്ന് അതെൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പിതാവിനോടൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സൂചിപ്പിക്കാനായിട്ട് ഇടയായി. അങ്ങനെ അച്ഛൻ കാരണമാണ് ശരിക്കും ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ അച്ഛനാവണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളാണെന്ന് വെച്ചല്ല. പക്ഷേ അതും ഒരു ദൈവനിയോഗമാണ്. അന്നേരം അത് തോന്നിയാലാണ് ചിലപ്പോൾ ചെറുപ്പം തൊട്ട് തോന്നുന്ന പോലെ അല്ലല്ലോ ആ സമയത്ത് തോന്നി. അങ്ങനെ ഒരു ദൈവാനുഗ്രഹമാണ് ശരിക്കും. അത് ദൈവവിളിയിൽ അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഈ അച്ഛൻ്റെ സ്വാധീനം. പിന്നെ അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ സപ്പോർട്ട്, അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും ഒരു ദൈവവിളി എന്ന് പറയാൻ നമ്മൾ തിരിച്ചറിയുന്നത് ഏത് സമയത്തും ആവാം. കാരണം അതൊരു ദൈവത്തിൻ്റെ ഇടപെടലാണല്ലോ. അച്ഛൻ പറഞ്ഞത് വളരെ വളരെ ഒരു ഹൃദ്യമായൊരു കാര്യം. എങ്കിലും എൻ്റെ ഒരു ചോദ്യം ഇത്, ഒരുപക്ഷെ ഏറ്റവും ഇളയ മകൻ സെമിനാരിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ വീട് വിട്ടൊക്കെ പോയപ്പോൾ പ്രയാസമൊന്നും ഉണ്ടായില്ലേ? എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും തോന്നിയില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഞാൻ പോന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഹോം സിക്നസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും. അതിനു മുമ്പ് ഞാൻ മാറി നിന്നിട്ടൊക്കെ ഉണ്ട്.
അമ്മയുടെ കൂട്ടത്തിലൊക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അമ്മയുടെ കൂട്ടത്തിൽ അല്ലാതെയും പോയിട്ടുണ്ട്. ക്യാമ്പിനൊക്കെ പോകാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. അപ്പം ഞാൻ കോതമംഗലത്താണ് ക്യാമ്പിനൊക്കെ പോയത്. അപ്പം ഫസ്റ്റ് ബാച്ചാണ് ഇടുക്കി രൂപതയിലെ. ഈ രൂപത തിരിഞ്ഞ സമയമാണ്. സമയത്ത് കോതമംഗലത്ത് പോയി ക്യാമ്പുകളെല്ലാം കോതമംഗലത്താണ് കൂടിയത്. പിന്നെ രൂപത സെമിനാരി ആയപ്പം ഫസ്റ്റ് ബാച്ച് എന്ന നിലയിൽ ഇടുക്കി രൂപതയിൽ തന്നെ അത് കരിമ്പന് വന്നു. അങ്ങനെയാണ് സംഭവിച്ചത് ശരിക്കും. ഞങ്ങൾക്ക് സീനിയേഴ്സൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും അങ്ങനെ. പിന്നെ സെമിനാറിലാണെങ്കിലും അച്ഛന്മാരോട് എനിക്ക് എപ്പോഴും ഭയങ്കര ബഹുമാനവും സ്നേഹമൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിക്കുക. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ സെമിനാരിൽ പോയത്? അതെ, 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ സെമിനാരിൽ പോയി. അതെ. എത്ര വർഷത്തെ പരിശീലനത്തിന് ശേഷം അച്ഛനായത്? 11 വർഷം. 11 വർഷം കൃത്യം. ഈ ഒരു വൈദിക പരിശീലന കാലഘട്ടം എങ്ങനെ അച്ഛനെ സഹായിച്ചു എന്ന് പറയാൻ അച്ഛന് പെട്ടെന്ന് തോന്നിയ ചില കാര്യങ്ങളൊന്ന് പറയാമോ? ഉറപ്പായിട്ട് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. മൈനസ് സെമിനാരിയിൽ ഞങ്ങൾ സീനിയേഴ്സ് ഞങ്ങൾക്ക് മുകളിൽ സീനിയേഴ്സൊന്നും ഇല്ല. ഫസ്റ്റ് ബാച്ച് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ തോമസ് ആനിക്കുഴിക്കാട്ടിലച്ഛൻ റക്ടറച്ഛനായിരുന്നു. അച്ഛൻ വളരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എൻ്റെ വീടും ഒക്കെ ആയിട്ട് നല്ല ബന്ധം, ചേട്ടന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം. ചേട്ടനും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ. എൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് ശരിക്കും 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ചേട്ടനാണ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ. അല്ല, എൻ്റെ നേരെ തൊട്ടുമൂത്തയായിട്ട് ചേട്ടനായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ 6 മക്കളെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പൗലോസ്ലിയൊക്കെ പറഞ്ഞ പോലെ അകാല ജാതനാണ് ഞാൻ. ഒത്തിരി ഗ്യാപ്പുണ്ട്. 12 വർഷത്തെ വ്യത്യാസമുണ്ട് ഞാനും എൻ്റെ തൊട്ടുമൂത്ത ചേട്ടനായിട്ട്. അപ്പം 5 മക്കൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനുണ്ടാകുന്നത്. അപ്പോൾ തന്നെ അമ്മയ്ക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ കാലം. ഇപ്പോൾ ചേട്ടൻ്റെ പിള്ളേർ എന്നെക്കാളും മൂത്തതാണ്. എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ കൊച്ച് എന്നെക്കാളും 1 വയസ്സ് മൂത്തതാണ്. പിന്നെ പെങ്ങളുടെ കൊച്ച് എന്നെക്കാളും 2 മാസത്തെ മൂത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്മ നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെമിനാരിയിലൊക്കെ വന്നു, അച്ഛനുമായിട്ട് ബന്ധത്തിൽ വന്നു. പിന്നെ അതിന് ശേഷം മേജർ സെമിനാരിയിലേക്ക് ചെന്നു. അവിടെയും നല്ലൊരു ബന്ധമായിരുന്നു. എവിടെ മേജർ സെമിനാരി പഠിച്ചത്? വടവാതിരാണ് പഠിച്ചത്. മടത്തിക്കണ്ടം പിതാവായിരുന്നു ശരിക്കും വടവാതി സെമിനാരി റക്ടർ. അപ്പോൾ അതുകൊണ്ട് റക്ടച്ചനോട് നല്ലൊരു ബന്ധമായിരുന്നു. പിതാവിനോടും വലിയൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ അധികാരികളോട് നല്ലൊരു സ്നേഹബന്ധം എല്ലായിടത്തും കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവരെന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും മടത്തിക്കണ്ട പിതാവ് ഞാൻ ഇപ്പോഴും വിളിക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. ആ കോതമംഗലം വഴി പോയാൽ പിതാവിൻ്റെ അടുത്ത് കയറാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ബന്ധം ഇപ്പോഴും ഫിലോസഫിയിലായിരുന്നു ഞങ്ങളുടെ റക്ടർ. അതിനുശേഷം പിതാവ് അവിടെ നിന്ന് മാറി ആരക്കുഴയിലേക്ക് വരുന്ന അങ്ങനെ സമയങ്ങളൊക്കെ പിതാവായതൊക്കെ അതിനുശേഷം പിതാവും നല്ല പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. എപ്പോഴും ആ സമയത്ത് ചില ക്രൈസിസുകളൊക്കെ ഉണ്ടായപ്പോഴും ചില പ്രതിസന്ധികളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ ഒരു മൂഡ് ഓഫ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ പിതാവാണ് ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ കുറേ സമയം ഇരുന്ന് പിതാവ് നമുക്ക് വേണ്ടി സംസാരിച്ച് നമ്മളൊരു പൊക്കിയെടുത്തുകൊണ്ട് വരുന്നതിൽ പിതാവ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പിതാക്കന്മാരോട് റക്ടറച്ചന്മാരോട് അതിനുശേഷം താരാമംഗലം അച്ഛൻ വടോദര തന്നെ തിയോളജിയും പഠിച്ചു, മൊത്തം അവിടെയാണ് പഠിച്ചത്. ആ കാലഘട്ടം ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടം. ഈ സ്വാധീനങ്ങളും ഈ സഹായങ്ങളും ഒക്കെ ജീവിതത്തിൽ സഹായിച്ചു എന്ന് പറയുമ്പോഴും ഒരു വൈദികൻ എന്ന ഒരു പരിശീലനത്തിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. എന്നാലും അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു മാറ്റത്തിന് കാരണമായി സഹായിച്ചു എന്ന് പറയുന്ന ഏതൊരു ഏരിയാസ് അച്ഛന് പറയാൻ തോന്നുന്നുണ്ട് ഈ 13 വർഷം കൊണ്ട്? ഉറപ്പായിട്ട് എൻ്റെ സ്വഭാവം അനുസരിച്ചും എനിക്ക് മാറ്റം വന്നൊരു കാലഘട്ടം തോന്നിയിട്ടുള്ളത് ഫിലോസഫി കാലഘട്ടം, അവസാന കാലഘട്ടം, ഒരു 3ാം വർഷം അവസാന കാലഘട്ടമാണ്. ആ സമയത്ത് ഞാൻ ശരിക്കും ഇങ്ങനെ പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അതുവരെ നമ്മളൊരു ഒതുങ്ങിയ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ സെമിനാരിയിൽ ബന്ധപ്പെടേണ്ട ആളുകളാക്കിയിട്ട് നന്നായിട്ട് ബന്ധപ്പെടും, അല്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടുകയല്ല, അങ്ങനെ രീതിയായിരുന്നു. പക്ഷേ ഞാൻ ഈ ജീസസ് ഫ്രട്ടേണിറ്റി അതിന് ശേഷമാണ് പരിചയപ്പെട്ടത്. ജയിൽ മിനിസ്റ്റർ. അപ്പോൾ ഞാൻ ഇപ്പോൾ കോതമംഗലം രൂപതയിലുള്ളത്, തലശ്ശേരിയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ മിക്സഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വടവാതിര ഉണ്ടായിരുന്ന 2-3 പേരുമായിട്ട് അങ്ങ് കൂട്ടായി. അപ്പോൾ ഇവർ പോകുന്ന വഴിക്കൊക്കെ ഞാനും പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്കതൊരു ഭയങ്കര മാറ്റത്തിന് കാരണമായി. അപ്പോൾ അന്നേരം തൊട്ടാണ് ശരിക്കും എൻ്റെ സ്വഭാവമൊക്കെ മാറിയെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഞാനിങ്ങനെ ബാക്കിയുള്ളവർ അതുവരെ നമുക്കൊരു സെൽഫിഷ്നെസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് ഞാൻ ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ അതുവരെയുള്ള ജീവിതം അല്ലായിരുന്നു, അതിനേക്കാളും വലുത് ഈ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, ഇല്ലെങ്കിൽ അവരെ സഹായിക്കണം എന്നൊരു ചിന്തയൊക്കെ അതിന് ശേഷമാണ് അങ്ങോട്ട് കയറുന്നത്. അപ്പം ജീസസ് ഫ്രട്ടേണിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തിയോളജി കാലഘട്ടത്തിലും പോകുമായിരുന്നു, അങ്ങനെ മീറ്റിങ്ങുകൾക്കെല്ലാം പോകുമായിരുന്നു. അതുവരെ അതിനൊന്നും പോകലായിരുന്നു. പിന്നെ ഈ മെഡിക്കൽ കോളേജ് വിസിറ്റൊക്കെ അതെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ തടവറ സന്ദർശനത്തിന് പോയത് അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. തൃശ്ശൂർ ഭാഗത്തൊക്കെയാണ് പോയത്. അപ്പോൾ ആ ജയിലുകളിലൊക്കെ പോയപ്പോഴും ഒരു നല്ലൊരു മിനിസ്ട്രി ആണല്ലോ ശരിക്കും. അങ്ങനെ ടൗണിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക, അതൊക്കെ നമുക്കൊരു ആ മേഖലയിലൊക്കെ ഒരു ചമ്മൽ, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലൊക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ചമ്മലെല്ലാം അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ കുറച്ച് കൂട്ടുകാർ, അപ്പോൾ അങ്ങനെ കുറേ സെമിനാരിക്കാർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ കൊണ്ട്. പിന്നെ തിയോളജിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയൊരു ധ്യാനമൊക്കെ കൂടാനായിട്ടിടയായി അട്ടപ്പാടിയിൽ. ആ ധ്യാനത്തോടു കൂടി നമ്മുടെ ഈ മേഖലയിലേക്ക് പുതിയ വഴികൾ തുറന്ന് കർത്താവ് തന്നു. പിന്നെ അങ്ങനെ ഒരു ധ്യാനം പിന്നെയും പോയി കൂടി. അങ്ങനെ 2-3 ധ്യാനം കണ്ട് ഞാൻ സെമിനാരി പരിശീലന കാലത്ത് തന്നെ സഹിയോനിൽ തന്നെ പോയി കൂടി. അങ്ങനെ അവിടെ അച്ഛന്മാരുമായിട്ട് നല്ലൊരു ബന്ധം. അപ്പോൾ അവരും എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കർത്താവിന് അച്ഛനെക്കുറിച്ചൊരു
പ്രത്യേക പദ്ധതി അല്ലെങ്കിൽ അച്ഛനോട് പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് ഉറപ്പാണ്. കാരണം അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ അത് ക്ലിയറാണ്. കാരണം അച്ഛൻ്റെ ഈ ഒരു വൈദിക പരിശീലന കാലഘട്ടത്തിൽ മൈനർ സെമിനാരിയിൽ റെക്ടറും പിന്നീട് ഫിലോസഫിക്ക് മേജർ സെമിനാരിയിൽ പോയപ്പോൾ അവിടെ റെക്ടറായിരുന്ന മടത്തേക്കടത്തിൽ പിതാവിൻ്റെ കാര്യം, അതിന് മുമ്പുള്ള ആനിക്കൂഴ്കാട്ടിൽ അച്ഛൻ്റെ കാര്യവും ഒക്കെ അച്ഛൻ പറയുമ്പോഴും ഇവരുടെ എല്ലാ സ്വാധീനങ്ങൾ അച്ഛൻ സഹായിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് ഏറെ സന്തോഷം തോന്നിയത് ഈ സെമിനാരിക്കകത്തെ പരിശീലനം പോലെ തന്നെ സെമിനാരിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ജീസസ് ഫ്രട്ടേണിറ്റി അല്ലേ, ജയിൽ മിനിസ്ട്രിയും അതുപോലെ മെഡിക്കൽ കോളേജ് സന്ദർശനമൊക്കെ അച്ഛൻ്റെ സ്വഭാവത്തിൽ മനോഭാവങ്ങളിൽ വ്യത്യാസം വരുത്തി എന്ന് കേൾക്കുന്നത് ഏറെ സന്തോഷമുള്ളൊരു കാര്യം. അച്ഛൻ ഈ ഒരു നീണ്ട പരിശീലനത്തിൻ്റെ ഒടുവിൽ അച്ഛൻ ഒരു വൈദികനായ ഒരു ദിവസമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും മുമ്പ് പരാമർശിച്ചതുപോലെ ഇടവകയിലുണ്ടായിരുന്ന അത്തിക്കലച്ഛൻ്റെ സ്വാധീനവും അല്ലെങ്കിൽ അമ്മയുടെ പ്രാർത്ഥനയും ജ്യേഷ്ഠൻ്റെ സ്വാധീനവും ഈ എല്ലാ കാത്തിരിപ്പിനും ഒടുവിൽ വൈദികനായ ഒരു ദിവസത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മകൾ, വൈദികനായപ്പോൾ എന്താണ് തോന്നിയത് എന്നൊന്ന് പറയാമോ? ശരിക്കും ഞാനത് എനിക്ക് ആ വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് കാണാറുണ്ട്, ഈ പട്ട സ്വീകരണത്തിന് അന്നത്തെ ദിവസമൊക്കെ. ശരിക്കും ഈ പൗരോഹിത്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്, ശരിക്കും ആ പാട്ടുകളൊക്കെ ആ സമയത്തൊക്കെ ശരിക്കും ഞാൻ കരഞ്ഞാണ് പട്ട സ്വീകരിച്ചത്. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആയത്. അപ്പോൾ ശരിക്കും എനിക്കറിയാം വീഡിയോ പിടിക്കണുണ്ട് എന്ന് കാണുന്ന സമയങ്ങളിലൊക്കെ നമുക്കൊരു വികാര നിർഭരത ഉണ്ടാകുമ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ട് കയറി നിൽക്കും, അടുത്ത ഒരാളുടെ മറവിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെനിക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷേ വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒരിടത്ത് പേഴ്സണലായിട്ട് ആരോടൊക്കെ ഞാൻ 1-2 പേരോടും കണ്ടേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഫീലിംഗാണ്. വരുവിൻ ധരയുടെ ലവണമിത പൗരോഹിത്യം കൈക്കൊള്ളാൻ ഉറകട്ടോർക്കത് റൂഹായും കൃപയാലെ രുചിയാരുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഈ നമ്മളെ യോഗ്യനാക്കണമെന്നൊക്കെ പറഞ്ഞ് ജനം പാടി പ്രാർത്ഥിക്കുന്ന ഗായക സംഘം പാടുന്ന പ്രാർത്ഥനകളൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഫീലിംഗാണ്. ഭയങ്കര ഫീൽ ചെയ്താൽ ഞാൻ പട്ടം സ്വീകരിച്ച് ശരിക്കും. അങ്ങനെ ആ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. അത് ദൈവം അങ്ങനെ അനുവദിച്ചതാണ്. ശരിക്കും അങ്ങനെ ദൈവപരിപാലനയാണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുക എന്ന് പറയുന്നത്. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല, ദൈവം അനുവദിച്ചതാണ്. പിന്നെ പട്ടസ്വീകരണമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചൊരു വചനം റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ശരിക്കും ഞാൻ പട്ടസ്വീകരണത്തിൻ്റെ കാർഡ് ഈ അവസാനം ഒരു മെമൻറ്റോ കൊടുക്കാറുണ്ടല്ലോ, ചെറിയ കാർഡ് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അത് ചെയ്ത സമയത്ത് കരുണയുടെ ചിത്രം വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ കരുണയുടെ വർഷമൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് പട്ട സ്വീകരിക്കുന്നത്, 2013 അപ്പോൾ പട്ട സ്വീകരിച്ച് അപ്പോൾ അതിൽ കരുണയുടെ ചിത്രം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്ന് അങ്ങനെ ബൈബിൾ തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വചനം കണ്ടു. ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹം, അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇതിൻ്റെ അടിയിൽ ഈ വചനം വെക്കണം. അപ്പോൾ ഞാൻ ഈ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു അതിൻ്റെ അടിയിൽ ഈ വചനം കൂടെ എഴുതി ചേർത്ത് വെച്ചു, റോമ 9:16. അപ്പോൾ അതിന് ശേഷം ബാക്ക് ഞാൻ എല്ലാം ചിന്തിച്ച് നോക്കുമ്പോൾ എല്ലാം ഞാൻ ബോധപൂർവ്വം അങ്ങനെ അറിഞ്ഞിട്ട് ഈ വചനം ഇതെൻ്റെ ജീവിതത്തിൻ്റെ നിർണായക സ്വാധീനമാകുമെന്ന് അറിഞ്ഞിട്ടല്ല അത് ചേർക്കുന്നത്. പക്ഷേ എനിക്കൊരു തോന്നൽ ഇത് കൊള്ളാമല്ലോ, ഈ വചനം കൊള്ളാം എന്ന് ചിന്തിച്ച് ഇതിനടി വെക്കാൻ കൊള്ളാം എന്നനുസരിച്ചാണ് അത് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ മറുവശത്ത് എനിക്ക് ഭയങ്കര സ്വാധീനമുള്ള ഒരു വചനം മാത്രമല്ല ആ ഭാഗം ഞാൻ ചിത്രീകരിച്ചത്. അതും പലരുടെയും മൊമെൻ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ല പടങ്ങളെന്ന് തോന്നി, ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ ഏറ്റവും മുകളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം, അതിൻ്റെ താഴെ ഫാത്തിമ മാതാവിൻ്റെ ചിത്രമാണ്, അതിൻ്റെ താഴെ എൻ്റെ ഫോട്ടോ. അപ്പോൾ അതിന് വലതുവശത്തായിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ചിത്രം. ഇത്രയാണ് ഈ ബാക്ക് സൈഡ്. ഫ്രണ്ടിൽ കരുണയുടെ ചിത്രം, ബാക്കിൽ ഇത് 3. അപ്പോൾ ഇതിരിക്കുന്ന കാണുമ്പോഴല്ല ഇപ്പോൾ എനിക്ക് വണ്ടറാണ്. കാരണം ഞാൻ ഇപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പോൾ അതുപോലെ പരിശുദ്ധമ്മയെ സ്നേഹിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ കീഴിൽ നമ്മൾ അമ്മയുടെ മകൻ എന്ന നിലയിൽ, പിന്നെ ദിവ്യകാരുണ്യം അതിനോടൊപ്പം പരിശുദ്ധ അമ്മയോടൊപ്പം തന്നെ ദിവ്യകാരുണ്യം നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഈ ധ്യാന ക്ലാസ്സുകളൊക്കെ എടുക്കാനൊക്കെ പോകുമ്പോഴാണേലും എനിക്ക് കിട്ടുന്നത് പരിശുദ്ധ അമ്മയും ദിവ്യകാരുണ്യമായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഇതാണ്. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും ആൾക്കാർ എന്നോട് ക്ലാസ് എടുക്കും. ഇപ്പോൾ ഒരു ധ്യാനത്തിന് പോവുകയാണെങ്കിൽ അവരെന്നോട് പറയും ക്ലാസ് എടുക്കേണ്ടത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് എടുക്കാൻ പറയും. GC യൂത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കാൻ പോയി. അന്നേരം അവരെന്നോട് പറഞ്ഞു വിശുദ്ധ കുർബാന അനുദിന ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് എടുക്കാൻ പറഞ്ഞു. അതിനുശേഷം അടുത്ത സ്ഥലത്ത് SABS കോൺവെൻറ്റിൽ ജൂനിയർ സിസ്റ്റേഴ്സിന് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്ലാസ് എടുക്കുക. പിന്നെ ഞാൻ ധ്യാനത്തിൽ സഹായിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് സ്ഥിരമായിട്ടുള്ള ക്ലാസ് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഈ പടം ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇത് ജീവിതത്തിൽ അർത്ഥവത്താണ്. പക്ഷേ അന്ന് ഞാൻ അത്ര ചിന്തിച്ചില്ല. പക്ഷേ ഇന്നത് ദൈവം അതിൻ്റെ ഭാഗമാക്കി മാറ്റി. നമ്മളറിയാതെ ചെയ്തൊരു കാര്യം പോലും ദൈവം പിന്നീട് അതിന് അർത്ഥം ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. ദൈവപരിപാലനയിൽ ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനെ ഇത്തരത്തിലൊരു വചനം സ്വാധീനിച്ചതും ആ വചനം അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറി എന്നറിയുന്നതിൽ വേറെ സന്തോഷം. അതുപോലെ തന്നെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ദിവ്യകാരുണ്യവും പരിശുദ്ധ അമ്മയും അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണെന്ന് അറിയുന്നത്. അത്തരം വിശേഷങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ഇതിൽ നമ്മൾ കൂടുതൽ അറിയണം തീർച്ചയാണ്. പക്ഷേ എങ്കിലും അതിന് മുൻപൊരു ചോദ്യം എനിക്കുള്ളത്, ഒരു വൈദികനായിരിക്കുന്നതിൽ അച്ഛന് ഏറ്റവും കൂടുതൽ ആനന്ദം കൊള്ളുന്നൊരു കാര്യം എന്താണ്, അല്ലെങ്കിൽ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണ്? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പൗരോഹിത്യം എന്നാണ് ഞാൻ ചിന്തിക്കുക. കാരണം പൗരോഹിത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ
അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് സ്ഥാപിച്ചത്. ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരെയും ശിഷ്യപ്പെടുത്തുക, മാമോദിസ മുക്കുക, അതാണ് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം. അപ്പോൾ ആ ദൗത്യത്തോട് ചേർന്ന് നിന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്നാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് ഞാൻ ചിന്തിക്കുക. സന്തോഷം വെച്ചാൽ കാരണം പക്ഷേങ്കിലും എൻ്റെ ചോദ്യം, എന്താണ് അച്ഛനെ അങ്ങനെ പറയാൻ പ്രചോദിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം? ആത്മാക്കളുടെ തീർച്ചയായിട്ടും തിയറിറ്റിക്കലി സത്യം, പക്ഷെ അച്ഛൻ പറയുന്ന വാക്കുകളിൽ കുറേ കൂടെ തീക്ഷ്ണതയുണ്ട്. അപ്പോൾ അച്ഛൻ എന്തോ ഒരു ബോധ്യത്തിൽ നിന്നാണ്. എന്താണ് അച്ഛനെ ആത്മാക്കളുടെ രക്ഷയാണ് എന്നെ ഏറ്റവും എൻ്റെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന കാര്യമെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്താ? കാരണം ലോകം ഒരുപാട് വഴിതെറ്റി പോകുന്നു നമ്മൾ കാണുന്നു. പിന്നെ ശരിക്കും ഞാൻ ചില കുമ്പസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാത്മാവിനെ രക്ഷപ്പെടുത്തി ചില പ്രത്യേക കേസുകളുണ്ട് നമ്മളിങ്ങനെ കുമ്പസാരിപ്പിച്ച കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ അവർക്ക് നമ്മുടെ ഒരു കുമ്പസാരം കൊണ്ട് തന്നെ ആ ഭയങ്കര ആശ്വാസത്തിലേക്കൊക്കെ അവർ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചിട്ടുണ്ട്. ഈ ഒരു ആത്മാവിനെ രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നൊരു ചിന്ത അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അങ്ങനെ ഒരു ഒരു കൊച്ചിനെ ശരിക്കും അങ്ങനെ കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊച്ചിനുണ്ടായ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജീവിതം മാറിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ശരിക്കും ഈ ശുശ്രൂഷ മേഖലയിലേക്ക് പലരും എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അതായത് ധ്യാന ശുശ്രൂഷ മേഖലകളിലേക്ക്. അപ്പോൾ എഴുകുമയിലൊക്കെ ആയിരുന്ന സമയത്ത് അവിടെ ചെറിയൊരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എന്നെ അവർ വിളിച്ചുകൊണ്ട് പോകും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എഴുകുമയിൽ പാപ്പാടീച്ചനായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നു, എൻ്റെ വികാരിച്ചനായിട്ടുണ്ടായിരുന്നു. പാപ്പാടീച്ചൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു, ഇങ്ങനെ അച്ഛനെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടാലും അത് അച്ചട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചില ദിവസങ്ങൾ പാപ്പാടീച്ചൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അച്ഛനെ കാണാൻ വരണവർ ചിലപ്പോൾ നമ്മുടെ അടുത്തായിരിക്കും വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ കർത്താവ് അതങ്ങോട്ട് ഫലപ്രദമാക്കുകയാണ്. സാമുവേലിനോട് പറയുന്നു, സാമുവേലിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഇതാണ്: സാമുവേൽ വളർന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ ദൈവം ഇടയാക്കിയില്ല എന്നൊരു വചനമുണ്ട്. അതായത് സാമുവേൽ പറഞ്ഞ ഒരു വാക്ക് പോലും പാഴായി പോകരുതെന്ന് ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ട് കഴിഞ്ഞാൽ കർത്താവ് അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ശുശ്രൂഷ നമുക്ക് ഒരു ഗുണകരമാണ്, ദൈവജനത്തിന് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും ആ മേഖലയിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ വചന പ്രഘോഷണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അതിന് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. സെമിനാരി കാലം തൊട്ട് അതുണ്ടായിരുന്നു ശരിക്കും. അങ്ങനെ സഹീവനുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പോയി ധ്യാനം കൂടി, ഇതൊക്കെ ഒരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ആത്മരക്ഷ അത് വലുതാണ്, പൗരോഹിത്യ ശുശ്രൂഷ വലുതാണ് എന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ മേഖലയിലേക്ക് വളരാനായിട്ട് ഇടയായി. ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മാക്കളുടെ രക്ഷയാണെന്നുള്ളത് പ്രാധാന്യം കൊടുക്കുകയും അത് മറക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിജയം. അച്ഛൻ ദൈവം കൃത്യമായ ഒരു ദിശയിലാണ് അച്ഛൻ നയിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിലേറെ സന്തോഷം. തീർച്ചയായിട്ടും ദൈവം ഇത്രയും നടത്തിയ ആ ദൈവം തന്നെ അച്ഛനെ മുമ്പോട്ട് നടത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. വൈദികനായതിനു ശേഷം അച്ഛൻ 2 ഇടവകളിൽ അസിസ്റ്റൻറ്റ് വികാരിയായിരുന്നു, ഒരിടവകയിൽ വികാരിയായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഇടുക്കിയിലെ പുതിയ പിതാവിൻ്റെ സെക്രട്ടറിയായി നിയമിതനായിട്ടുണ്ട്. അതിനിടയിൽ ജീസസ് യൂത്തിൻ്റെ ചാർജും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഇത്തരം ഓരോ കാര്യത്തിൻ്റെ വിശേഷങ്ങളും നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കേൾക്കണം. മറ്റു പല കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞതിനിടയ്ക്ക് വന്ന പലതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ കേൾക്കാൻ നമുക്ക് ഏറെ ആകാംക്ഷയുണ്ട്. എങ്കിലും അച്ഛൻ്റെ ഈ ഒരു നല്ല പങ്കുവയ്ക്കലുകൾ, പ്രത്യേകിച്ച് ഈ ദൈവം നടത്തിയ വഴികൾ, വളരെ നേരത്തെ പിതാവിനെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അപ്പച്ചനെ നഷ്ടപ്പെട്ട ഒരാളാണ് എങ്കിൽ അമ്മയുടെ പ്രാർത്ഥന, അച്ഛൻ്റെ അത്തിക്കലച്ഛൻ്റെ മാത്യു അത്തിക്കലച്ഛൻ്റെ ഒരു വലിയ സ്വാധീനം, പിന്നീട് വൈദിക പരിശീലന കാലഘട്ടത്തിൽ ധാരാളം പേര് സ്വാധീനിച്ചത് അച്ഛൻ പറയുകയാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം അച്ഛൻ പറഞ്ഞ ഒരു ഷെയറിങ്ങാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സെമിനാരി പരിശീലന കാലത്ത് ജയിൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പോയപ്പോൾ പങ്കുവയ്ക്കാനുള്ള, വിട്ടുകൊടുക്കാനുള്ള അങ്ങനത്തെ ഒരു മനോഭാവം അച്ഛനുണ്ടായി എന്ന് കേട്ട ഒരു വലിയ സന്തോഷം. സ്വാർത്ഥത മാറി എന്ന് പറയുന്നത് എല്ലാം നമുക്ക് കിട്ടണം, എല്ലാം ഇങ്ങോട്ട് പോരട്ടെ ചിന്തയാണ്. ശരി. മറ്റൊരു കാര്യം അച്ഛൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഒരുപക്ഷെ 12 വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ പിറന്നൊരു കുഞ്ഞ്, അത് ദൈവപദ്ധതി തന്നെയാണ്. അതുകൊണ്ട് ദൈവം അച്ഛനെ വളർത്തി വിശുദ്ധനാക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാ പ്രാർത്ഥനാശംസകളും. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ശാലോം ടി വിയിലെ ജോഷുവ എന്ന പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള ആദ്യ എപ്പിസോഡിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഏറെ നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം.
ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.